KSRTC വമ്പൻ അഴിച്ചുപണിയിലാണ്. പുതുതായി തുടങ്ങിയ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് വൻ വിജയത്തിലേക്ക് എത്തുന്നതിന്റെ സന്തോഷം KSRTC പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ ടിക്കറ്റ് നിര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കൊറിയർ പാഴ്സൽ സേവനത്തിന് മാത്രമായി 2 ബസ്സുകൾ ഓടിക്കാൻ KSRTC ഒരുങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചുമാകും സർവീസുകൾ ഉണ്ടാവുക. ഈ മാസം തുടങ്ങിയേക്കും. യാത്രാ ബസ്സുകളിൽ 9 മാസം മുൻപ് തുടങ്ങിയ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് വിജയമായതിനെ തുടർന്നാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ബസ്സുകളിലെ സീറ്റുകൾ ഇളക്കി മാറ്റി പാഴ്സലുകൾ കയറ്റാൻ സൗകര്യമൊരുക്കും. വിജയിച്ചാൽ കൂടുതൽ ബസ്സുകൾ ഇതിനായി ഓടിക്കും. 24 മണിക്കൂറും സേവനമുണ്ടാകും. 16 മണിക്കൂറിനകം കൊറിയർ എത്തിക്കാനാകും. 1 കിലോയ്ക്ക് മുകളിൽ 120 കിലോ വരെ പാഴ്സലായി അയക്കാൻ സൗകര്യമൊരുക്കും. യാത്രാ ബസ്സുകളിലെ കൊറിയർ സർവീസിന് മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് 30% നിരക്ക് കുറവായതിനാൽ സ്വീകാര്യത ഇതിന് ഏറെയാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനായി ഡിപ്പോകളിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കും. ഡിപ്പോകളിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനോട് ചേർന്ന് കൊറിയർ സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടർ ഒരുങ്ങും. എംപാനൽഡ് ജീവനക്കാരെയായിരിക്കും ഇവിടെ നിയമിക്കുക. ഡിപ്പോകളിൽ പാഴ്സൽ എത്തുമ്പോൾ മേൽവിലാസക്കാരനെ അറിയിക്കും. യാത്രാ ബസ്സുകളിൽ 9 മാസം മുൻപ് തുടങ്ങിയ കൊറിയർ സർവീസിലൂടെ ഇതുവരെ ലഭിച്ചത് 2 കോടിയോളം രൂപയാണ്. 55 ഡിപ്പോകളെ ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ഡിപ്പോകളിൽ പ്രതിദിനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ട്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ ജില്ലകളാണ് മുന്നിലുള്ളത്. 15,000-ലധികം പാഴ്സലുകൾ ദിവസവും കൈകാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ബംഗളൂരു, മൈസൂരു, കോയമ്പത്തൂർ, നാഗർകോവിൽ, തെങ്കാശി എന്നിവിടങ്ങളിലും സേവനം ലഭ്യമാക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയും സാധനങ്ങൾ കൈമാറാൻ വെറും 16 മണിക്കൂർ എന്ന ആപ്തവാക്യവുമായി ആരംഭിച്ച കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സിന്റെ സേവനം പൊതുജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസ്യത നേടിയതോടുകൂടി പുതിയ ചരിത്രമാണ് പിറക്കുന്നത്. പ്രതിദിന വരുമാനം വെറും 15,000 രൂപയിൽ നിന്നും 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുവാൻ സഹായകമായത് പൊതുജനങ്ങൾ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സിൽ അർപ്പിച്ച വിശ്വാസം മാത്രമാണ്. KSRTCയുടെ ഡിപ്പോകളിൽ നിന്ന് ഡിപ്പോകളിലേക്കാണ് കൊറിയർ സർവീസ് നടത്തുക. ഉപഭോക്താവ് തൊട്ടടുത്ത ഡിപ്പോയിൽ നിന്ന് കൊറിയർ കളക്ട് ചെയ്യുന്ന സംവിധാനമാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡിപ്പോകളിലെ ഫ്രണ്ട് ഓഫീസിൽ തന്നെയാണ് കൊറിയർ സർവീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ടത്. 55 ഡിപ്പോകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് കൊറിയർ സർവീസ് നടത്തിവരുന്നത്. KSRTC കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സംവിധാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. KSRTC നേരിട്ട് നടപ്പിലാക്കുന്ന തപാൽ സംവിധാനമാണിത്. കേരളത്തിലെ 55 ഡിപ്പോകളിൽ നിന്നും തപാൽ വിനിമയ സംവിധാനം നിലവിലുണ്ട്. 15 ഡിപ്പോകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗണ്ടറുകൾ നിലവിലുണ്ട്. 12 മണിക്കൂർ, അതായത് രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന 40 ഡിപ്പോകളാണ് ഉള്ളത്. കേരളത്തിന് പുറത്ത് 5 ഇടങ്ങളിൽ സേവനമുണ്ട്. ബംഗളൂർ, മൈസൂരു, കോയമ്പത്തൂർ, നാഗർകോവിൽ, തെങ്കാശി എന്നീ സ്ഥലങ്ങളാണിവ. കുറഞ്ഞ നിരക്കിൽ 16 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും ഡെലിവറിയുണ്ട്. നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വഴിയാണ് കൊറിയർ കൈമാറുന്നത്. ആയതിനാൽ തന്നെ യഥാസമയങ്ങളിൽ കൊറിയറുകൾ എത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഇൻസെന്റീവുകൾ നൽകുന്നുണ്ട്. എല്ലാ ഡിപ്പോകളിലും 24 മണിക്കൂറും പ്രവർത്തനമാരംഭിക്കുന്ന നടപടി പൂർത്തീകരിക്കുന്നതോടെ ഡോർ ഡെലിവറിയും നടപ്പാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് KSRTC. പാഴ്സലുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് മറ്റു കൊറിയർ സേവന ദാതാക്കളുമായി സംയോജിത പ്രവർത്തനം ആരംഭിച്ചു വരുന്നുണ്ട്. ഡിപ്പോകൾ നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ഫ്രാഞ്ചൈസി അനുവദിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, KSRTCയുടെ കീഴിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനും ആലോചനയുണ്ട്. ഇപ്പോഴിതാ പദ്ധതി അധികം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ മാസം 30-ന് മുൻപ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള ലൈസൻസ് വാങ്ങാൻ KSRTC മാനേജിംഗ് ഡയറക്ടർ യൂണിറ്റ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു.